ഈ ചിരിച്ച് കേക്ക് വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമറാണ് നമുക്കിന്ന് കേക്ക് തന്നിട്ടുണ്ടായിരുന്നത്, കേക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ചിരി അവസാനം മാഞ്ഞു എന്നുള്ളതാണ് സത്യം. 1 kg വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്കാണ് നമുക്ക് തന്നിരുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീം തീമിൽ കേക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി കേട്ടോ ഞാൻ ഈ കേക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്കത്തൊരു കേക്ക് ഞാൻ ചെയ്തിട്ടില്ല. ഇതുപോലത്തെ, അതായത് ഐസ്ക്രീം തീമിലെ കേക്കൊന്നും ചെയ്തിട്ടില്ല. വേറെ പല കേക്കുകളും ചെയ്തിട്ടുണ്ട്. അപ്പം അവർ റെഫറൻസ് പിക്ചർ തന്നപ്പോൾ അതിൻ്റെ മേളിൽ പിങ്ക് കളറിലെ ഗനാശയായിരുന്നു ഒഴിച്ചിരുന്നത്. അപ്പം മോൻ്റെ ഡ്രസ്സിൻ്റെ കളറിലെ ഗനാശ ഒഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ പിസ്ത ഗ്രീൻ ആക്കി. വളരെ കളർഫുള്ളായിട്ടുള്ളൊരു കേക്ക്. അത് കണക്ക് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കേക്കാണ്. പുതിയൊരു, അതായത് നമ്മൾ ചെയ്യാത്തൊരു മോഡലാണോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ചെയ്തു. കേക്കിൻ്റെ ലാസ്റ്റത്തെ പിക്ചറൊക്കെ ഞാൻ ആ കുട്ടിക്കെടുത്ത് അയച്ചു കൊടുത്തു. ലാസ്റ്റത്തെ പിക്ചർ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ആ കുട്ടി ശ്രദ്ധിച്ചില്ല, എന്നാൽ അവരയച്ച മെസ്സേജ് ഞാനും ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. മോൻ്റെ പേര് എഴുതാനായിട്ട് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരവസ്ഥ ഇനി എനിക്ക് ഉണ്ടാവരുതേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാൻ ആ പേര് എഴുതാൻ വിട്ടുപോയി. അപ്പോൾ ആ കുട്ടിയിലേക്ക് ചോദിച്ചപ്പോൾ നമ്മുടെ വീടിന് കുറച്ച് ദൂരത്തുണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിയൊന്ന് വിളിക്കുമായിരുന്നെങ്കിൽ പെട്ടെന്നൊന്ന് ചെന്ന് എഴുതി കൊടുക്കാമായിരുന്നു. റൈറ്റ് ചെയ്യാൻ നമുക്ക് ഇത്രയ്ക്ക് സമയം വേണ്ടുള്ളൂ. എന്താ ചെയ്യണ്ടേ? പക്ഷേ അവസാനം അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു, ചേച്ചി പേര് എഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഭയങ്കര വിഷമമായി. അപ്പോൾ ഇതായത് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ആകെ വിഷമമായൊരു കേക്കാട്ടത്.